ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും മലയാളി ദർബാറിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടു കാണുമല്ലോ. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രഹസ്യങ്ങൾ എല്ലാം തന്നെ ചോർത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് നാളെ നിങ്ങൾക്ക് മലയാളി ദർബാറിൻ്റെ 2ാം എപ്പിസോഡിൽ പരിചയപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇന്ന് മറ്റു ഒരു അറിവിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ന് വാട്സാപ്പിലും മറ്റും കുറേ കൂട്ടുകാർ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ആദ്യമായി പറയുന്നത്. അതായത് സെപ്റ്റംബർ 25 വാട്സാപ്പിൻ്റെ സ്വകാര്യതാ നയം നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ വാട്സാപ്പിൻ്റെ അക്കൗണ്ട് അവർ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യും എന്നൊരു ന്യൂസ് കണ്ടു. നമുക്ക് വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്റ്റ് വിവരങ്ങളും നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന കോൺടാക്റ്റുകളുടെ വിവരങ്ങളും അവർക്ക് അവരുടെ തന്നെ സഹകമ്പനിയായ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യുന്നതിനെ നമ്മൾ അനുവദിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ശരി എന്താണ് എന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റും. കാരണം ഇന്ന് മലയാളികൾ ഉൾപ്പെടെ ഒട്ടുമിക്കവരും നമ്മുടെ അക്കൗണ്ട് ഇൻഫോ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ട എന്നുള്ള ഒരു ടിക്ക് മാർക്ക് മുൻപ് തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന യൂസേഴ്സ് ഏകദേശം കോടിക്കണക്കിന് യൂസേഴ്സ് വരും. വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ഭീമൻ ഒരു നിസാര ദിവസം കൊണ്ട് ഇത്രയും കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും മണ്ടത്തരമായിരിക്കും. അങ്ങനെ ഒരു മണ്ടത്തരത്തിന് അവർ മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ ഊഹിക്കാനുള്ള ഒരു കാരണം. ബാക്കിയുള്ളത് നമുക്ക് നാളെ അറിയാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡാറ്റ അവരുമായി പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലെ അക്കൗണ്ട് ഡാറ്റ അവരുമായി പങ്കുവെക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് വരുത്താം. വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട് എന്നതിൽ നമുക്ക് ഷെയർ മൈ അക്കൗണ്ട് ഡാറ്റ എന്നത് ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തായി. ഇനി അങ്ങനൊന്നും കാണുന്നില്ല എങ്കിൽ വാട്സാപ്പ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ ബാക്കപ്പ് എന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഡാറ്റ പൂർണ്ണമായിട്ടും ബാക്കപ്പ് എടുക്കാനുള്ള സൗകര്യമുണ്ട്, അതായത് ഗൂഗിൾ ഡ്രൈവിലേക്ക്. അങ്ങനെ ബാക്കപ്പ് എടുത്തതിന് ശേഷം വാട്സാപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക, വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടൈംസ് ചോദിക്കും, എഗ്രി ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാം. ഇനി ഇന്നത്തെ അറിവിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ വാട്സാപ്പിൻ്റെ ഒരു ജിഫ് ഷെയർ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ പല കൂട്ടുകാരും ചോദിച്ചിരുന്നു, എങ്ങനെയാണ് എൻ്റെ ആ കോൺടാക്ട്സിൽ, അത് എൻ്റെ വാട്സാപ്പിൽ കാണുന്ന കോൺടാക്ട്സിൽ പലർക്കും ബ്ലൂ ലെറ്റർ കാണിക്കുന്നതെന്ന്. അതായത് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ആ സ്റ്റാറ്റസ് എങ്ങനെ ബ്ലൂ കളറുള്ള ലെറ്റർ ആക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഇത് എല്ലാ ഫോണിലും വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും പുതിയ വെർഷൻ മൊബൈലുകളിൽ, പ്രത്യേകിച്ചും കിറ്റ്കാറ്റ് ആൻഡ്രോയിഡ് വെർഷന് മുകളിലേക്കുള്ള ഫോണുകളിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യൂ എന്നാണ് എൻ്റെ അറിവ്. എന്നാലും വളരെ ചെറിയ ഒരു ഫയൽ സൈസുള്ള ആപ്ലിക്കേഷനാണ്, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. വളരെ ചെറിയൊരു അറിവാണ്, ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കാര്യം വ്യക്തമായില്ല എങ്കിൽ നമുക്കൊന്ന് വാട്സാപ്പ് ഓപ്പൺ ആക്കി ഒന്ന് കാണിച്ചു തരാം. നോക്കുക, വാട്സാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ നമ്മൾ അയക്കുന്ന ലെറ്ററുകൾ ബ്ലൂയിഷ് കളറിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കോൺടാക്ട്സിൽ നോക്കുക, കോൺടാക്ട്സിൽ സ്റ്റാറ്റസ് ആഡ് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് ഇതുപോലെ ബ്ലൂയിഷ് കളറിൽ ലെറ്ററുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ബ്ലൂഫൈ എന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യേണ്ട ടെക്സ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോപ്പി ബ്ലൂ ടെക്സ്റ്റ് എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൺവെർട്ട് ചെയ്ത ബ്ലൂയിഷ് ടെക്സ്റ്റ് കോപ്പി ആവും. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ടെക്സ്റ്റ് കോപ്പി ഇടുന്ന കാണിക്കും. ഇതുപോലെ നമ്മൾ കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റുകൾ എവിടെയാണ് കാണപ്പെടുക എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മൊബൈലിൻ്റെ ഒരു ടെമ്പററി മെമ്മറിയായ ക്ലിപ്പ് ബോർഡ് എന്നതിലേക്കാണ് കോപ്പി ചെയ്യപ്പെടുക. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു ആപ്പിലും അത് പേസ്റ്റ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡ് വ്യൂവർ എന്ന ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കാണുക. പലരും ചോദിക്കേണ്ട സംശയമായതുകൊണ്ട് ഇതിനിടയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇതുപോലെ നമുക്ക് വാട്സാപ്പിൽ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതുപോലെ പേസ്റ്റ് എന്ന് വരും. ആ പേസ്റ്റ് എന്നത് അമർത്തി കഴിഞ്ഞാൽ നോക്കുക, ഇതുപോലെ ബ്ലൂയിഷ് കളർ വരും. അത് നമുക്ക് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യാം. ഇനി ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ വാട്സാപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞു അക്കൗണ്ട് സെറ്റിങ്സിൽ ഷെയർ ഇൻഫോ എന്നത്, അതായത് വാട്സാപ്പിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ വിവരങ്ങൾ കൂടി
ഫേസ്ബുക്കുമായി വാട്സാപ്പ് പങ്കുവെക്കണോ എന്ന ആ ഓപ്ഷൻ അത് കാണുന്നതിന് വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കുക. നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ താഴെ ഇവിടെ ഓപ്ഷൻസ് മെനു അമർത്തി കഴിഞ്ഞാലായിരിക്കും ഇതുപോലെ സെറ്റിങ്സ് കാണുക. തുടർന്ന് ഇവിടെ അക്കൗണ്ട് എന്നതിൽ നോക്കുക, ഷെയർ മൈ അക്കൗണ്ട് ഇൻഫോ എന്നത് ഇതുപോലെ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ വാട്സാപ്പിന് ഷെയർ ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്കത് ഭാവിയിൽ എന്താവെന്ന് കണ്ടറിയാം. അപ്പോൾ കൂട്ടുകാർക്കെല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് വീണ്ടും നാളെ കാണാം. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകൾ മലയാളം വീഡിയോകളായി മനസ്സിലാക്കാനും അവ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാനും ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. വലതുവശത്ത് കാണുന്ന 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം നീല ഐക്കണൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുകൂടി ഉറപ്പാക്കുക. തുടർന്ന് എന്നും പുതിയ പോസ്റ്റുകൾ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെത്തും.